നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധയും വരുത്താത്ത വിധം ഭൂനിയമ ഭേദഗതി ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാവുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇനി വരുന്ന 6 മാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്ന് മന്ത്രി പറഞ്ഞു. കട്ടപ്പന ടൗൺഷിപ്പിലെ 614 പേർക്കും പട്ടയം തയ്യാറാക്കി കഴിഞ്ഞു. ഇതും വിതരണം നടത്തും. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി വരാൻ പോകുന്ന 6 മാസക്കാലം ഒരുപക്ഷെ ഇടുക്കി ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ ഒരു കാലമായി നമ്മൾ മാറാൻ പോവുകയാണ്. കട്ടപ്പനയിലെ ടൗൺഷിപ്പ് പട്ടയം എത്രയോ വർഷക്കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന 614 ആളുകളുടെ സർവേ പൂർത്തീകരിച്ച് സർക്കാരിന്റെ മുമ്പിൽ അതിന്റെ എല്ലാ നടപടികളോടും കൂടി ഇരിക്കുകയാണ്. 614 പേർക്കും പട്ടയം കൊടുക്കാൻ അർഹരായവർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല. നമ്മുടെ ഇടുക്കി പ്രദേശത്തെ 3 ചെയിൻ മേഖല വലിയ വിധത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒന്നാണ്. അയ്യപ്പൻകോവിൽ വില്ലേജിൽ 876, കാഞ്ചിയാറിൽ 790 ഉൾപ്പെടെ 1626 കൈവശക്കാരുടെ എല്ലാ വിധത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചു. ഈ മാസം 4-ാം തീയതി സർക്കാരിലേക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. KICBയുടെ കൂടി ക്ലിയറിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ 3 ചെയിൻ മേഖലയിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരുന്തുംപാറ ഉൾപ്പെടെ ഒരാളെയും അനധികൃതമായി ഏതു ചിഹ്നങ്ങൾ വെച്ചാണെങ്കിലും, ഏത് അധികാര സ്ഥാനങ്ങൾ വെച്ചാണെങ്കിലും, ഏത് വകുപ്പിന്റെ പേര് പറഞ്ഞാണെങ്കിലും, സർക്കാരിന്റെ പുറംചാരി നിന്നാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തിന്റെയും ഒരു തന്തഗോപുരത്തിന്റെയും മുമ്പിൽ ഈ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ മുട്ടുമടക്കില്ല. ഉറപ്പായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും.